മഞ്ഞുമ്മൽ ബോയ്സിനു ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കിയ ബാലൻ ദി ബോയ് മികച്ച പ്രതികരണവുമായി തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നു. 5 വയസ്സുകാരനായ ഒരു ബാലന്റെയും അവന്റെ അമ്മയുടെയും കഥ പറയുന്ന ചിത്രം ഒരു മിസ്റ്ററി സിനിമയെന്നതിനേക്കാൾ കൂടുതലായി സുരക്ഷിതത്വത്തിനായുള്ള ഒരു അമ്മയുടെയും മകന്റെയും നിരന്തരമായ അന്വേഷണമാണ് കാണിക്കുന്നത്. ചിദംബരത്തിന്റെ ഹാട്രിക് വിജയം തന്നെയായിരിക്കും ബാലൻ എന്നാണ് ബോക്സ് ഓഫീസ് തെളിയിക്കുന്നത്. ആദ്യ ദിനങ്ങളിൽ തന്നെ മികച്ച ബുക്കിംഗോടെയാണ് ബാലൻ മുൻപോട്ടു പോകുന്നത്. ബാലൻ ദി ബോയ് വിജയിക്കുന്നതിന്റെ പ്രധാന കാരണം അതിലെ ശക്തമായ കണ്ടന്റ് തന്നെയാണെന്നാണ് പ്രേക്ഷക നിരൂപക അഭിപ്രായം. താരപ്രഭയെയോ വാണിജ്യ ചേരുവകളെയോ ആശ്രയിക്കാതെ കഥയുടെയും കഥാപാത്രങ്ങളുടെയും വികാരങ്ങളുടെയും കരുത്തിൽ മാത്രം പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ചിത്രം ഇപ്പോൾ ഹൗസ്ഫുൾ ആയി നിറഞ്ഞോടാൻ തന്നെ കാരണം ചിത്രത്തിന്റെ കഥയും അതോടൊപ്പമുള്ള ആത്മാർത്ഥമായ അവതരണവും തന്നെയാണ്. കണ്ടന്റിന് പ്രാധാന്യം നൽകുന്ന ചിദംബരത്തിന്റെ അത്തരമൊരു സിനിമാ സമീപനത്തിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോഴത്തെ ഹൗസ്ഫുൾ ആയ ഷോസ്. ചിത്രം ഇതുവരെ നേടിയത് 8.31 കോടി രൂപയാണ്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി വന്ന ഫർസാനയും ആദിശേഷും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഒപ്പം അതിഥി വേഷത്തിൽ എത്തുന്ന ടോവിനോ തോമസും മുത്തശ്ശി കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയും ശ്രദ്ധ നേടുന്നു.